Bismillah, alhamdulillah, wassalatu wassalamu ala rasulillah. Allahumma salli ala Muhammadin wa ala ali Muhammad. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബുൽ ബുലൂഗിൽ ഏതാനും ഹദീസുകളാണ് വിശദീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ച ഏതാ ഹദീസ് ബരീറ റളിയല്ലാഹു തആലയുമായി ബന്ധപ്പെട്ട ഹദീസ്, അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശാലമായ ഹദീസാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരൊറ്റ ഹദീസാണ് വിശദീകരിച്ചത്. ഇന്ന് അതിനെ തുടർന്നുള്ള ഏതാനും ഹദീസുകളാണ്. ഒന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നാണ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ നഹാ ഉമറു അൻ ബൈഇ ഉമ്മഹാത്തിൽ ഔലാദ് ഫഖാല ലാ തുബാഉ വലാ തൂഹബ് ولا تورث يستمتع بها ما بدا له فإذا مات فهي حرة رواه مالك والبيهقي. هذه النسخة رواه البيهقي ومالك. رواه مالك والبيهقي وقال رفعه بعض الرواة فوهي എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് എന്താണ് ഹദീസ് കൈകാര്യം ചെയ്യുന്ന വിഷയം? ഹദീസ് കൈകാര്യം ചെയ്യുന്ന വിഷയം ഉമ്മഹാത്തുൽ ഔലാദിനെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നു. നഹ ഉമർ, ഉമർ വിരോധിച്ചു. എന്താ വിരോധിച്ചത്? ഉമ്മഹാത്തുൽ ഔലാദ്, ഉമ്മഹാത്തുൽ ഔലാദിനെ വിൽക്കുന്നത്. എന്താ ഈ ഉമ്മഹാത്തുൽ ഔലാദ്? അടിമ സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളുണ്ടാവില്ലേ? അതായത് യജമാനൻ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ആ അടിമ സ്ത്രീ ഗർഭം ധരിച്ചിട്ട് അവർ പ്രസവിച്ചാൽ അതിന് പറയുന്ന പേരാണിത് ഉമ്മുൽ വലദ്. കുറെ സ്ത്രീകളുണ്ടെങ്കിൽ ഉമ്മഹാത്തുൽ ഔലാദ്. ആ ഇസ്ലാമിന്റെ നിയമം, ഒരു അടിമ സ്ത്രീ അതിന്റെ യജമാനാൽ ഗർഭിണിയായി, എന്നിട്ട് ആ സ്ത്രീ ഗർഭം പ്രസവിക്കുന്നതോടുകൂടി പിന്നെ ആ സ്ത്രീ സ്വതന്ത്രയാണ്. പിന്നെ അടിമ കഴിക്കാൻ പറഞ്ഞത് പൂർണ്ണത്തിൽ താമ പൂർണ്ണ സ്വതന്ത്ര സ്ത്രീയാണ്. ആ ഗർഭം പ്രസവിക്കൽ 4 മാസം പിന്നിട്ട്, ഒരു സ്ത്രീ ഗർഭിണിയായി 4 മാസം ഗർഭം പിന്നിട്ട് അത് പ്രസവിച്ചു. കുട്ടി ജീവിച്ചാലും മരിച്ചാലും, കുട്ടി ജീവിച്ചിരുന്നാലും മരിച്ചാലും അതോടുകൂടി ആ സ്ത്രീ എന്തായി? പിന്നെ അടിമല്ല, പിന്നെ അത് സ്വതന്ത്രയാണ്. ആ അടിമയെ വിൽക്കാൻ പാടുള്ളത്, ആ സ്ത്രീയെ വിൽക്കാൻ പാടില്ല. അതാണ് ഇവിടെ വിഷയം. നഹാ ഉമർ വിരോധിച്ചു അൻ ബൈഇ ഉമ്മഹാത്തിൽ ഔലാദ്, ഉമ്മഹാത്തുൽ ഔലാദിനെ വിൽക്കുന്നതിനെ തൊട്ട്. ഉമ്മഹാത്തുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ച അടിമ സ്ത്രീ, അതിനെ വിൽക്കാൻ പാടുള്ളത്. പിന്നെ അത് അടിമ സ്ത്രീ അല്ലെങ്കിൽ എന്താണ്? സ്വതന്ത്രയാണ്. അതാണ്. ഫഖാല, ഉമർ പറഞ്ഞു, ലാ തുബാഉ, അത്തരം സ്ത്രീകൾ വിൽക്കപ്പെടാവുന്നതല്ല. വലാ തൂഹബു, അത്തരം സ്ത്രീകളെ ദാനം ചെയ്യാവുന്നതല്ല, മറ്റൊരാൾക്ക് ദാനം ചെയ്യാവുന്നതല്ല. വലാ തൂറസു, അവർ അനന്തരപ്പെടുക്കപ്പെടാനും പാടുന്നതല്ല. അതായത് ഈ യജമാനൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കീഴിൽ അടിമപ്പെട്ടിനെ ഈ യജമാന്റെ മക്കളാരോ അനന്തരക്കാൻ പാടുന്നതല്ല. അവരെന്താണ്? സ്വതന്ത്ര സ്ത്രീയാണ്. അവളെ തന്റെ അടിമ സ്ത്രീയായിട്ട് ഉപയോഗിക്കാം. ആർക്ക്? സയ്യിദിന്, യജമാനൻ. യജമാനൻ അവളെ ഉപയോഗിക്കാം. താൻ ഉദ്ദേശിക്കുന്ന അത്ര, അതായത് തന്റെ അടിമ സ്ത്രീയാണല്ലോ. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ? തന്റെ ഇടയായിട്ട് അവളെ ഉപയോഗിക്കാം. എത്രയാണോ താൻ ഉദ്ദേശിക്കുന്ന അത്ര. ആ സയ്യിദ് മരിച്ചാൽ ഫഹിയ ഹുറത്തുൻ, ഈ അടിമപ്പെടാൻ എന്താണ്? സ്വതന്ത്രയാണ്. അപ്പൊ ഹദീസ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് എന്താണ്? ഹദീസ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഒരടിമ പെണ്ണ് സയ്യിദിനാൽ, അവളുടെ യജമാനാൽ ഗർഭിണിയായി. ആ ഗർഭം പ്രസവിക്കുന്നത് കൂടി എന്തായാലും അത് അടിമ സ്ത്രീ അല്ലെങ്കിൽ അത് സ്വതന്ത്രയാണ്. അതിനെ വിൽക്കാനും അതിനെ മറ്റൊരാൾക്ക് ദാനം കൊടുക്കാനും അതേപോലെ തന്നെ അതിനെ അനന്തരാക്കിയിട്ട് മറ്റുള്ള
മറ്റുള്ളവർക്ക് എടുക്കാൻ പാടുള്ളതല്ല. ഇതാണ് ഉമർ റളിയല്ലാഹു തആല വിരോധിച്ചത്. ഉമറാണ് വിരോധിച്ചത്. അതുകൊണ്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് റവാഹു മാലികുൻ വൽ ബൈഹഖി. ഇമാം മാലികും ബൈഹഖിയാണ് റിപ്പോർട്ട് ചെയ്തത്. വഖാൽ ഇമാം ബൈഹഖി പറഞ്ഞു റഫഅഹു ബഅദു റുവാത്ത്. ഈ ഹദീസിനെ റഫ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഉയർത്തി. ഇവിടെ ആരാ വിരോധിച്ചത്? ഉമറാ വിരോധിച്ചു. പക്ഷെ ചിലർ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു എന്നാ പറഞ്ഞത്. ചില റാവിമാർ ഈ ഹദീസിനെ റഫ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായിട്ട് പറഞ്ഞു. അയാൾക്ക് വീഴ്ച പറ്റി. അങ്ങനെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന അർത്ഥത്തിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതെന്താണ്? അവർക്ക് പറ്റിയ പിഴവാണ്. അവർക്ക് പറ്റിയ പിഴവാണ്. ഉമർ റളിയല്ലാഹു തആലയാണ് എന്ത് ചെയ്തത്? വിരോധിച്ചത്. ഉമർ വിരോധിക്കാൻ കാരണം ഇതിനൊരു സംഭവമുണ്ട്. അതായത് പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ കേസ് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു വിരോധിച്ചാണ്. ഒരു അടിമ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ അടിമയല്ല. അതുകൊണ്ട് അടിമയെ വിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ദാനം ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള സ്ത്രീകളെ ചെയ്യാൻ പാടുള്ളതല്ല, അവരെ സ്വതന്ത്രയാണ് എന്ന് ഉമർ പറയുന്നത്. മനസ്സിലായി? അതാണ് ഈ ഹദീസ്. ഇത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത് ഇമാം മാലിക് മുവത്തയിൽ റിപ്പോർട്ട് ചെയ്തു. മനസ്സിലായി? ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്തവർക്ക് പിഴവാണ് പറ്റിയത്. അതാണ് അവിടെ. ഇനി അടുത്ത ഹദീസ് കൂടി പറയുമ്പോൾ ഇതിൽ ക്ലിയറാണ്. അടുത്ത ഹദീസ് وعن جابر رضي الله تعالى قال جابر رضي الله عنه പറയുന്നു كنا نبيع سرارينا امهات الاولاد كنا نبيع ഞങ്ങൾ വിൽക്കുമായിരുന്നു. സറാറീന എന്ന് പറഞ്ഞാൽ സുർരിയ എന്നതിന്റെ ബഹുവചനാണ് സറാറി. സുർരിയത്തുൽ സറാറി എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീ. സുർരിയത്തിന് എന്നാണ് അതിന്റെ ഏകവചനം. സുർരിയ അടിമ സ്ത്രീ. സറാറി എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകൾ. സറാറീന ഞങ്ങളുടെ അടിമ സ്ത്രീകൾ. ഞങ്ങളിലെ അടിമ സ്ത്രീകളെ ഞങ്ങൾ വിൽക്കുമായിരുന്നു. ഞങ്ങളുടെ അടിമ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അടിമ സ്ത്രീകളല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ ആരാണ് ഉദ്ദേശം? ഉമ്മഹാത്തിൽ ഔലാദ്. ആരാ? പ്രസവിച്ച സയ്യിദിനാൽ ഗർഭം ധരിച്ച് പ്രസവിച്ച അടിമ സ്ത്രീകൾ. അങ്ങനെയുള്ള അടിമ സ്ത്രീകളെ ഞങ്ങൾ വിൽക്കുമായിരുന്നു. والنبي صلى الله عليه وسلم حي النبي صلى الله عليه وسلم حي നബിയുടെ ജീവിച്ചിരുന്ന കാലം വാവുൽ ഹാൽ والنبي صلى الله عليه وسلم حي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഉമ്മഹാത്തുൽ ഔലാദായ ഞങ്ങളുടെ അടിമ സ്ത്രീകളെ വിൽക്കുമായിരുന്നു. لا يرى بذلك بأسا അങ്ങനെ ഉമ്മഹാത്തുൽ ഔലാദിനെ വിൽക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരുന്നില്ല ബഅസൻ, യാതൊരു കുഴപ്പവും, ഒരു പ്രശ്നം കണ്ടിരുന്നില്ല. അതൊരു വീഴ്ചയായിട്ട് അല്ലെങ്കിൽ അതൊരു അപരാധമായി കണ്ടിരുന്നില്ല. ഈ ഹദീസ് റവാഹു നസായി വ ഇബ്നു മാജ വ ദാറഖുത്നി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. റവാഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു ആര്? അൻ-നസായി, പിന്നെ ഇബ്നു മാജ, പിന്നെ വ ദാറഖുത്നി. വസഹഹഹു ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചാണ് ഇബ്നു ഹിബ്ബാൻ. അപ്പൊ ഈ ഹദീസ് തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നാമത്തെ ഹദീസ് രണ്ടാമത്തെ ഹദീസ് തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നിന് ഉമർ എന്ത് ചെയ്യാണ്? വിരോധിക്കണം. രണ്ടാമത്തേന് ജാബിർ റളിയല്ലാഹു തആല പറയാണ് ഞങ്ങൾ ഉമ്മഹാത്തുൽ ഔലാദിനെ വിൽക്കുമായിരുന്നു റസൂലുള്ള, അതുകൊണ്ട് ഒരു ആക്ഷേപം കണ്ടിരുന്നില്ല എന്നുള്ളത്. അപ്പോ ഇതിൽ വിൽക്കാന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഒന്ന് ഈ നസായിയുടെ ഇബ്നു മാജയുടെ ദാറഖുത്നി ഹദീസ് സഹീഹാണോ അല്ലെന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായം ചില പണ്ഡിതന്മാർ അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസിനെ. പക്ഷെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് സഹീഹ് എന്നുള്ള പക്ഷം. പക്ഷെ എന്താണ് അതിന്റെ തൗജീഹ്? ആദ്യകാലത്തായിരുന്നു ഉമ്മഹാത്തുൽ ഔലാദിനെ വിൽക്കൽ അനുവദിച്ചിരുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ചെയ്തിട്ട് ഉമ്മഹാത്തുൽ ഔലാദ് സയ്യിദിന്റെ മരണശേഷം സ്വതന്ത്രരാണ് എന്ന ഹദീസ് വന്നിട്ടുണ്ട്. ഉമ്മഹാത്തുൽ ഔലാദ് അവരുടെ സയ്യിദിന്റെ മരണശേഷം സ്വതന്ത്രരാണ്, അവർ വിൽക്കപ്പെടാവുന്നില്ല എന്ന അർത്ഥത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോ വിൽക്കുന്നതിന് വിരോധിച്ചുകൊണ്ടുള്ള ഹദീസ് വന്നത് കാരണത്താൽ ഈ ഹദീസിന്റെ വിധി എന്താണ്? നസ്ഖ, ദുർബലം.
അതൊന്ന്. രണ്ട്, ഈ ഹദീസിന്റെ ലഫ്ദിൽ കാണാൻ പിന്നെ അബൂദാവൂദിനെ വേദനത്തിൽ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ നസായിയുടെ ഇതിന്റെ തുടർച്ചയുണ്ട്. ഫലമ്മാ കാന ഉമറു നഹാന അൻ ദാലിക ഫന്തഹൈന. ഈ ഹദീസിന്റെ എന്തുണ്ട് ബാക്കി ഭാഗമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ് കുന്ന നബിയു സറാരീന ഉമ്മഹാത്തിൽ ഔലാദ് വൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ ലാ യറാ ബിദാലിക ബഅസൻ. എന്നിട്ട് തുടർച്ചയുണ്ട് ബാക്കിയുണ്ട്. അതെന്താണ്? ഫലമ്മാ കാന ഉമറു ഉമർ റളിയല്ലാഹു തആല അൻഹു ആയപ്പോൾ അമീറുൽ മുഅ്മിനീൻ ആയപ്പോൾ നഹാന അൻ ദാലിക ഇതിനെ തൊട്ട് ഞങ്ങളെ വിരോധിച്ചു. ആരും ഉമർ വിരോധിച്ചു. ഫന്തഹൈന അതോടുകൂടി ഞങ്ങൾ വിരമിച്ചു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാതിരുന്നില്ല? ഉമ്മഹാത്തിൽ ഔലാദിനെ ഞങ്ങൾ വിൽക്കുമായിരുന്നില്ല. ഇതാരും പറയുന്നത് ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ തുടർന്ന് പറയുന്നത്. അപ്പൊ അതിന് മനസ്സിലായി എന്ത്? ആദ്യം ഇത് അനുവദനീയായിരുന്നു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചിട്ടുണ്ട്. ഖലാസ് മനസ്സിലായി. അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് രണ്ടിനെയും കൊണ്ടുവന്നത് എന്തിനാ? ഹദീസിനെ കൊണ്ടുവന്നത് ഈ അടിമ സ്ത്രീകൾ അവര് ഗർഭിണികളായി പ്രസവിച്ച കുട്ടി ജീവിച്ചാലും മരിച്ചാലും പ്രസവം 4 മാസം മുതൽ അങ്ങോട്ട് ഏത് സമയത്തായാലും പ്രസവിക്കുന്നതോടുകൂടി അവരെന്തായി? സ്വതന്ത്രരായി. അവർ സ്വതന്ത്രരായി. ഒരിക്കലും അടിമകളുടെ കണക്കിൽ അവർ ഉൾപ്പെടുത്താൻ പാടുന്നതല്ല. അവർ സ്വതന്ത്ര സ്ത്രീകളാണ്. വലിയ ഹുറത്തും എന്നുള്ള അതാണ്. അതും പിന്നെ ഇസ്ലാം ഈ അടിമകളെ പരിഗണിച്ച അടിമത്തം അതിൽ നിന്ന് മോചനം നൽകലാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്നത് അറിയിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതാണ് രണ്ടാമത്തെ. മനസ്സിലായോ? ഇനി അടുത്ത ഹദീസ് ഇബ്നു ഉമറിന്റെ ഈ ഹദീസ് وعن جابر رضي الله تعالى عنه قال نهى رسول الله صلى الله عليه وسلم عن بيع فضل الماء رواه مسلم. جابر رواه مسلم وفي رواية له زاد في رواية له وعن بيع ضراب الجمل. ഇത് രണ്ടും ഒന്നിച്ച് മനസ്സിലാക്കാൻ പറ്റും. ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം. وعن جابر بن عبد الله رضي الله تعالى عنه قال نهى رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങൾ വിരോധിച്ചു അൻ ബൈഇ ഫദ്ലിൽ മാ മിച്ചമുള്ള വെള്ളം. മാ എന്ന വെള്ളം, ഫദ്ലുൽ മാ എന്ന ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം, ഉപയോഗിച്ച ശേഷം മിച്ചം വരുന്ന ബാക്കി വരുന്ന വെള്ളം വിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അത് ഇമാം മുസ്ലിം റവാഹു മുസ്ലിം. വസാദ ഫീ റിവായത്തി ലഹു ഇമാം മുസ്ലിം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇത്രയും കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ? വഅൻ ബൈഇ ദിറാബിൽ ജമൽ ഒട്ടകത്തിന്റെ ദിറാബ് വിൽക്കുന്നത്. ഒട്ടകത്തിന്റെ ദിറാബ് വിൽക്കുന്നത് ഈ ഒട്ടകക്കൂറ്റല്ലോ, അത് പെണ്ണൊട്ടകത്തിന് പുറകെയായിരുന്നതിനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഒരാളെടുത്ത് പെണ്ണൊട്ടകുണ്ട്, വേറെ ആണൊട്ടകമുണ്ട്. അപ്പോ ഈ പെണ്ണൊട്ടകത്തെ ചവിട്ടിക്കാൻ ആണൊട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം കാശ് വാങ്ങുകയാണെങ്കിൽ അത് വിരോധിക്കപ്പെട്ടതാണ്. അതാണ് ഉദ്ദേശം. ദിറാബുൽ ജമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാണ് മാതുൽ ഫഹി, അതായത് കൂറ്റനൊട്ടകത്തിന്റെ ബീജം അത് വിൽക്കുക, അത് വിരോധിക്കപ്പെട്ടതാണ്. അതാണ് ഉദ്ദേശം. ഒട്ടകായാലും ശരി, ആടായാലും ശരി, കുതിരയാണെങ്കിലും ശരി, കാളയാണെങ്കിലും ശരി. ഫഹൽ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ജമലാണെങ്കിലും ഫറസാണെങ്കിലും പിന്നെ ആടാണെങ്കിലും പിന്നെ കാളയാണെങ്കിലും ഒക്കെ അത് ഉദ്ദേശം. അത് ഒരിക്കലും ചെയ്യാൻ പാടുന്നതല്ല. അതിന് ഒരിക്കലും ഇത് വാങ്ങാൻ പാടുന്നത്, പകരം വാങ്ങാൻ പാടുന്നത്, അത് വിരോധിക്കപ്പെട്ടത്. വീട്ടിലെ ചവിട്ടിക്ക് പൈസ വാങ്ങിക്കാൻ പാടുന്നത്. ഇവിടെ ഒരു വിഷയം, ഈ ഫദ്ലുൽ മാ വിൽക്കൽ എന്താ ഇതിന്റെ വിഷയം? ഇപ്പൊ നമ്മളെടുത്ത് വെള്ളം നമ്മൾ ഉപയോഗിച്ച് മിച്ച വെള്ളമുണ്ട്, ആ വെള്ളം വിൽക്കാൻ പാടില്ല എന്നുള്ള പറയുന്നത്. ഈ അത് ഉദ്ദേശിക്കുന്നത് ഒരാള് വെള്ളം
ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം? മുയ അറുക്കാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം? അന്നത്തെ കാലത്ത് വളരെ കമ്മിയായിരുന്നു. അത് അങ്ങനെയല്ല. അത് ശരിക്ക് ഇപ്പോ ബീർ റൂമ, മദീനയിൽ ബീർ റൂമുണ്ടല്ലോ, അല്ലെങ്കിൽ യഹൂദിന്റെ ഉടമസ്ഥതയിലായിരുന്നു റൂമ എന്ന് പറയുന്ന. അതൊക്കെ മുസ്ലിമീനെ വെള്ളം വാങ്ങായിരുന്നു ചെയ്തിരുന്നു. പിന്നെയാണ് ഉസ്മാൻ പറഞ്ഞത് വാങ്ങിയിട്ട് എന്ത് ചെയ്തത്? മുസ്ലിമീങ്ങൾക്ക് സദക്ക ചെയ്തത്. മനസ്സിലായോ? അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം മറുകക്ഷി യഹൂദനാണ്, വിൽക്കല്ലാതെ അയാൾ വെള്ളം തരൂല്ല, അതുകൊണ്ടാണ് അത് വാങ്ങിയത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ഹൗസത്തിൽ അയാൾ ഉടമപ്പെടുത്താത്ത ഉണ്ടാകും. ഇപ്പൊ വിറക്, തീ, വെള്ളം, ഇതൊക്കെ ഉണ്ടല്ലോ, പുല്ല്, ഇതൊക്കെ പൊതുമുതലാണ് എങ്കിൽ ആ പൊതുമുതൽ വിൽക്കാൻ പാടുള്ളത്. അതാണ് ഉദ്ദേശം. പൊതുവിൽ ഇപ്പൊ കാട് പൊതുമുതലാണ് അല്ലെ, മരുഭൂമി പൊതുമുതലാണ്. അപ്പൊ അതിലുള്ള പുല്ല്, വിറക്, വെള്ളം, ഇതൊക്കെ ആൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ കാട്ടിൽ ചെന്ന് ഒരാൾക്ക് കാട്ടിൽ വന്നു, ഒരാൾ പറയുകയാണ് കാട്ടിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് ഇതൊക്കെ നിൻ്റെതാണെന്നുള്ളത് ഞാൻ വിൽക്കുകയാണ് നിങ്ങൾക്ക് എന്ന് പറയാൻ പാടില്ല. അതാണ് നമ്മുടെ ഉദ്ദേശം. അതേസമയം ഒരാളെന്ത് ചെയ്ത് പുതുമുതൽ ആ കാട്ടിൽ നിന്ന് വിറക് വെട്ടി അയാൾ നീക്കി കൊടുത്ത് അയാളെ പെരിയിലിട്ട്, എന്തിനാണ് അങ്ങനെ പെരിയിലിട്ട്? വിൽക്കാനാണ്, അത് അനുവദനീയാണ്. ഇതേപോലെ വെള്ളം, മനസ്സിലെ ഒരു പൊതുസ്ഥലത്ത് ഒരു കിണറുണ്ട്, ആ കിണറിന്റെ അടുത്ത് ഒരാൾ പോയിട്ട് കിണറിന് വെള്ളം ആരെങ്കിലും തന്നെ എനിക്ക് പൈസ തരാൻ തന്നെ പറ്റുമോ? അത് പാടില്ലാത്തതാണ് ഉദ്ദേശം. അതേസമയം ഒരാൾ ചെയ്ത് അതിലെ വെള്ളം കോരി അയാൾ ശുദ്ധിയാക്കി സംഭരിച്ച് എന്നിട്ട് അയാൾ ചെയ്ത് അയാൾ അത് വിൽക്കുകയാണെങ്കിൽ അത് അയാളുടെ ഹൗസത്തിൽ വന്നു. അങ്ങനത്തെ വെള്ളം വിൽപ്പന നടത്താറുണ്ട്. പൊതുമുതലായി കിടക്കുന്ന വെള്ളമാകട്ടെ, വിറകാകട്ടെ, അതേപോലെ തന്നെ തീയാകട്ടെ, പിന്നെ ഇതൊന്നും പുല്ല്, ഇതൊന്നും നിയമമുള്ളത് വിൽക്കാൻ പറ്റുന്നത്. ഇപ്പൊ മരുഭൂമിയിൽ കുറെ പുല്ലുണ്ടാവും, മേഞ്ഞ സ്ഥലം ഉണ്ടാവും. ഒരാൾ പറയാൻ ഞാനത് വിൽക്കുകയാണ്, നിങ്ങളാരും ഇവിടെ മേക്കാൻ പാടില്ല എന്ന് പറയാൻ അവകാശമില്ല. അതേസമയം അവിടെ പുല്ല കാണാൻ കെട്ടിക്കൊണ്ടാൻ പറ്റും. എന്ത് ചെയ്ത് അയാളത് വിൽക്കുകയാണെങ്കിൽ അത് അയാൾക്ക് അനുവദനീയം. മനസ്സിലായി? അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഫദ്ലുൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അധികം പിന്നെ ഈ കാട്ടുന്ന പുഴ വരും അല്ലെ, തോട് വരും, നമ്മളെന്ത് ചെയ്യും? അതിനെ കെട്ടി നിർത്തും, എന്നിട്ട് നമ്മൾ സ്ഥലം നനക്കും. ആ വെള്ളം ഒരാൾക്ക് വിൽക്കാൻ പറ്റുമോ? അത് വിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് പൊതുമുതലാണ്. അയാൾ നനച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചവെള്ളം എന്ത് ചെയ്യണം? അടുത്താക്കി അത് കൊടുക്കുക എന്നുള്ളതല്ലാതെ അങ്ങനത്തെ പൊതുമുതൽ വിൽക്കാൻ പാടുള്ളത്. അതാണ് ഇവിടെ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുമുതലായിട്ടുള്ള സംഗതി അത് ഒരാൾ ഞാൻ എൻ്റെ ആളാണ് നമുക്ക് വിൽക്കാൻ പാടുള്ളത്. അതേസമയം ഒരാൾ അതിൽ അധ്വാനിച്ച് ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? അയാൾക്കത് വിൽക്കാൻ പാടും. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഈ ദിറാബുൽ ജമൽ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇതാണ്, പിന്നെ ഈ ഒട്ടകക്കൂട്ടന്മാരുടെ ബീജാണ്, അത് വിൽപ്പന നടത്തപ്പെടുന്നത്. അപ്പൊ ചിലപ്പം ഇത് അല്ലാതെ കിട്ടൂല അല്ലേ? നമ്മുടെ പശു ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കുത്തി വെക്കുള്ളൂ. അത് നിർബന്ധ സാഹചര്യങ്ങളും അനിവാര്യതകളാണ്, അതിന്റെ ഒക്കെ വരാം. പക്ഷെ ആ ഇടപാട് എന്താണ്? അത് ഇസ്ലാമിൽ പാടില്ല. ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും, ശാസനമാറ്റങ്ങളോട് ഇത് വിരോധിച്ച് സമർപ്പിക്കുന്നുണ്ട്. ഒട്ടകത്തിന് ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറയും. ഒട്ടകത്തിന് ഉടനക്കല്ല, പിന്നെ ഒട്ടകത്തിന് ഇപ്പം നമ്മളവിടെ കൂറ്റന കാളൊക്കെ ആണെങ്കിൽ കുറച്ച് മുതലാങ്ങി തരട്ടെ, അങ്ങനെ ഉണ്ടല്ലോ കാലിത്തീറ്റ, അതിനനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആൾക്ക് കാശ് ഇതൊരു വിൽപ്പന എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വാടക, അത് ഉദ്ദേശം വാടക, അതിന് ഇവിടെ അടുത്തയിൽ ഇത് വരും. പിന്നെ ഇത് ഇബ്നു ഉമറിന്റെ ഈ ഹദീസ് وعن ابن عمر رضي الله تعالى عنهما نهى رسول الله صلى الله عليه وسلم عن عصب الفحل رواه البخاري. عن ابن عمر رضي الله عنهما അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിവേദനം, അദ്ദേഹം പറയാണ് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു അൻ അസബിൽ ഫഹൽ, അസബാന സി സുകുന ഈ അസ്ബുൽ ഫഹൽ എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ്. പിന്നെ എന്താ പറഞ്ഞ ഈ കിറാ കൂറ്റനെ നൽകിയിട്ടുള്ള വാടക,
കൂറ്റന് നൽകിയിട്ടുള്ള വാടക. കൂറ്റൻ അത് ആടാകട്ടെ, ഒട്ടകാകട്ടെ, കാളയാകട്ടെ, എന്താകട്ടെ, കുതിരയാകട്ടെ, കൂറ്റൻ അതിൻ്റെ ആസിഡ് വാടക അത് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിവരിച്ചിരിക്കുന്നു. കൂറ്റൻ്റെ വാടക എന്ന് പറഞ്ഞാൽ എന്തിനുള്ള വാടക? ചവിട്ടിക്കാനുള്ള വാടക. പെണ്ണൊട്ടകത്തെ ചവിട്ടിക്കാനുള്ള കൂറ്റൻ കാള അല്ലെങ്കിൽ ഒട്ടകം, കുതിര, ആട് ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ വാടക അത് പിന്നെ വിരോധിച്ചിരിക്കുന്നു അള്ളാഹു റസൂൽ. ഫഹൽ എന്ന് പറഞ്ഞാൽ കൂറ്റൻ, കൂറ്റൻ കാളക്കൂറ്റൻ എന്നൊക്കെ പറയില്ലേ, ഒട്ടകക്കൂറ്റൻ. ഹദീസ് റവാഹു ബുഖാരി. പൊതുമുതലാളികൾ പാടുള്ളതല്ല. അത് പള്ളിന്റെ ഉടമസ്ഥതയുള്ളതാണ്, പള്ളിന്റെ മുതലാണ്. അതിന്റെ വരുമാനം ഒരാൾക്കുള്ളതല്ല, ഏതെങ്കിലും വ്യക്തിക്കുള്ളതല്ല. ഏതെങ്കിലും വ്യക്തി വന്നിട്ട് അവിടെ ആളാണ് പ്രശ്നം, മനസ്സിലായത്. അതേസമയം പൊതുമുതൽ നടത്തിയെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ മരുഭൂമി ചെയ്തിട്ടില്ലേ, ഇത് പക്ഷെ പിന്നെ ഈ പനകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നെ ഉടമസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. അതായത് വലുതി എങ്ങനെയാണ്, അത് ചിലപ്പോൾ വലുതി കൊടുത്തിട്ടുണ്ടാവും, അത് പിന്നെ ലേലം വിളിച്ചിട്ടോ മറ്റോ കാര്യത്തിൽ ഉടപ്പെടുത്തിയിട്ടോ ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതില്ല എന്നുള്ളത് പൊതുമുതലാണ്, ഒരാളായിട്ട് വിൽക്കാൻ പാടുള്ളതല്ല. അടുത്ത ഹദീസ് وعن ابن عمر رضي الله تعالى عنهما أن رسول الله صلى الله عليه وسلم نهى عن بيع حبل الحبلة. حبل الحبلة وكان بيعا يبتاعه أهل الجاهلية. كان الرجل يبتاع الجزور إلى أن تنتج الناقة ثم تنتج التي في بطنها. هذا متفق عليه واللفظ للبخاري. طيب. وعن عبد الله بن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم തങ്ങൾ നഹ വിരോധിച്ചു അൻ ബൈഇ ഹബലിൽ ഹബല. എന്താ ഹബലുൽ ഹബല? ഈ ഗർഭത്തിലുള്ള കുട്ടി, ഭ്രൂണം, ഗർഭത്തിലുള്ള കുട്ടിനെ വിൽക്കുക, അതാണ് ഹബലുൽ ഹബല. ജനീൻ ഒരു മൃഗത്തിന്റെ ഗർഭം, ഒരു മൃഗം ഗർഭിണിയാണ്. അപ്പൊ ആ ഗർഭത്തിലുള്ള കുട്ടിയിലല്ല, അതിനെ വിൽക്കുന്നത് വിരോധിച്ചു. ഗർഭസ്ഥ ശിശു മൃഗാന്തിന് പറയാം. ഞങ്ങളുടെ നാട്ടില് കിടാവ് എന്നറിയാം കുട്ടികൾ. ഞങ്ങളുടെ നാട്ടില് കിടാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടക പറയും. എന്തുകൊണ്ട് കിടാവ്? ഇത് ഗർഭത്തിലുള്ള മൃഗങ്ങളുടെ ഗർഭത്തിലുള്ള പിന്നെ കുട്ടികൾ, അതാണ് ഹബലുൽ ഹബല. അതിനെ വിൽക്കുന്നത് റസൂലുള്ളാഹി വിരോധിച്ചു. എന്നിട്ട് പറയണം വകാന ബൈഅൻ, ഈ ഗർഭത്തിലുള്ള മൃഗങ്ങളുടെ കുട്ടികളെ വിൽക്കുക എന്നുള്ളത് വകാന ബൈഅൻ, അതൊരു കച്ചവടമായിരുന്നു. യബ്തഉഹു അഹ്ലുൽ ജാഹിലിയ്യ, ജാഹിലിയത്തിലെ ആളുകൾ ആ കച്ചവടം നടത്തിയിരുന്നു. അഹ്ലുൽ ജാഹിലിയ്യ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടക്കാർ. ജാഹിലിയ കാലഘട്ടക്കാർ നിർവഹിച്ചിരുന്ന ഒരു കച്ചവടമായിരുന്നു അത്. രൂപം പറയുന്നത് ഒരു വ്യക്തി ആയിരുന്നു ജസൂറിനെ വിളിക്കും, ഒട്ടകങ്ങളെ വിളിക്കും, വാങ്ങും. ഒട്ടകം പ്രസവിക്കുന്ന സമയത്തേക്ക്, അതായത് ഒട്ടകത്തെ കാണിച്ചിട്ട് പറയും ഒട്ടകം പ്രസവിക്കുന്ന സമയത്ത് ഞാൻ എനിക്കതിനെ വെച്ചിരിക്കുന്നു. അതാണ് സുമ്മ തുൻതജുൽ ലത്തീഫി ബത്നിഹ. പിന്നെ അതേപോലെ തന്നെ സുമ്മ പിന്നീട്
തുൻതജുല്ലത്തി ഫീ ബത്നിഹ, ഗർഭിണിയായ ഒട്ടകമാണെങ്കിൽ അതിന്റെ വയറ്റിലുള്ളത് പ്രസവിക്കപ്പെട്ടിട്ട് അത് പ്രസവിക്കുന്ന സമയം നിൽക്കുക. അതായത് മുൻകൂറായിട്ട് നിൽക്കുക. മുൻകൂറായിട്ട് ഒട്ടകത്തെ വിൽക്കുമ്പോൾ അതിന്റെ അവധി പറയുന്നത് എങ്ങനെയാണ്? ഈ ഒട്ടകം പ്രസവിക്കുന്നത് അന്ന് നിനക്ക് ഞാൻ അതിനെ വിറ്റിരിക്കുന്നു. അല്ലെങ്കിൽ ഒട്ടകം ഗർഭിണിയാണല്ലോ, ആ ഗർഭത്തിലുള്ളത് പ്രസവിക്കപ്പെട്ട് അത് പിന്നെ പ്രസവിക്കുന്ന സമയം ഞാൻ തന്നെ വിറ്റിരിക്കുന്നു. ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതിനാണ് ഇത് പറയാം. ആ ഒരു പതിവ് ജാഹിലിയത്തിൽ അതിനാണ് ഹബലുൽ ഹബല എന്ന് പറയുന്നത്. അതായത് ഗർഭത്തിലുള്ള കുട്ടീനെ വിൽക്കുമ്പോഴേ അതിന്റെ പള്ള തുറന്നിട്ട് വിൽക്കാൻ പറ്റില്ല. എപ്പോഴാ കച്ചവടം നടക്കുക? ഒട്ടകം ഗർഭിണിയാണ്. അപ്പൊ അറിയും പിന്നെ ഒട്ടകം പ്രസവിക്കണമെന്ന് നമുക്ക് ഞാൻ അതിനെ വിറ്റിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒട്ടകം പ്രസവിച്ച് അതിന്റെ കുട്ടി പിന്നെ പ്രസവിക്കുന്ന ടൈമിൽ ഞാൻ ഈ കുട്ടീനെ എനിക്ക് വിറ്റിരിക്കുന്നു. അതായത് ഇപ്പൊ ഈ ഗർഭത്തിലുള്ള കുട്ടീനല്ല, അതിനെ നിനക്ക് ഞാൻ വിറ്റില്ല. ഇപ്പൊ ഒന്നുകിൽ ഇപ്പൊ അത് പ്രസവിക്കപ്പെട്ടാലും തന്നെ, അല്ലെങ്കിൽ ഇത് പ്രസവിക്കപ്പെട്ടിട്ട് പിന്നെ ഞാൻ അടുത്ത പ്രസവം അത് പ്രസവിക്കൂലേ, അന്ന് അതിനെ വിറ്റിരിക്കുന്നു. ആ ജാഹിലിയത്തിൽ അങ്ങനെ കച്ചവടം ഉണ്ടായിരുന്നു. പക്ഷെ അതിലുള്ള പ്രശ്നം എന്താ? അതിലുള്ള പ്രശ്നം ഒന്ന്, ഈ ഗർഭത്തിലുള്ളത് എന്തെന്നുള്ളത് അറിയുള്ളൂ. ഇത് ആണാണ് പെണ്ണാണ്, അത് ജീവനുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ അത് ജീവിക്കാൻ സാധ്യതയില്ലാത്തതാണ്, രോഗട്ടമില്ലേ ഒന്നും അറിയില്ല, ജഹാലത്താണ്. പിന്നെ അത് നമുക്ക് ഡേറ്റ് വെച്ചിട്ട് കച്ചവടം ചെയ്യാം. പക്ഷെ ഡേറ്റ് മാനവുമായിരിക്കണം, ഡേറ്റ് എന്തായിരിക്കണം? മാനവും നിർണിതായിരിക്കണം. ഇത് നിർണിതല്ലേ, എന്ന് പേറും മനസ്സിലായി. പിന്നെ ഈ പ്രസവിക്കപ്പെട്ടത് പിന്നെ എന്ന് പേറും പ്രസവിക്കും, അതറിയില്ല. മനസ്സിലായി. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഡേറ്റും ഫിക്സഡ് അല്ല, സാധനവും എന്തെല്ലാം വ്യക്തമല്ല, കാരണം ചതി വഞ്ചനാത്മകമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഹബലുൽ ഹബല കച്ചവടം അത് വിരോധിക്കപ്പെട്ടത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ബൈഇ ഹബലുൽ ഹബല വകാന ബൈഅൻ. ഈ ഹബലുൽ ഹബല എന്ന് പറയുന്ന ഈ കച്ചവടം അത് കച്ചവടമായിട്ട് യബ്താഉൽ ജാഹിലിയ, അഹ്ലുൽ ജാഹിലിയ, ജാഹിലിയത്തിലെ ആളുകൾ നിർവഹിച്ചിരുന്ന ഒരു കച്ചവടമായിരുന്നു. കാരണം റജുൽ യബ്താഉൽ ജുസൂ, ഒരു വ്യക്തി ഈ ജസൂറിനെ വാങ്ങും, ഒട്ടകങ്ങളെ വാങ്ങും. ഇലാ അൻ തുൻതജൻ നാഖതു, ഒട്ടകം പ്രസവിക്കപ്പെടുന്ന ആ സമയത്തേക്ക്. സുമ്മ തുൻതജുല്ലത്തി ഫീ ബത്നിഹ, എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ബത്നിലുള്ള ഈ ഒട്ടകത്തിന്റെ വയറ്റിലുള്ളത് പ്രസവിക്കപ്പെടുന്ന നാളിലേക്ക് അങ്ങനെ കച്ചവടം ചെയ്യുമായിരുന്നു. അതിനാണ് ഹബലുൽ ഹബല എന്ന് പറയാം. അതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന് ഡേറ്റ് എത്ര എന്നുള്ളത് നിർണിതല്ല, രണ്ട് സംഗതി എന്ത് എന്നുള്ളത് പിന്നെ അതിൽ വ്യക്തമല്ല. അടുത്ത ഹദീസ്, ഇത് മുത്തഫഖുൻ അലൈഹിയാണ് ഈ ഹദീസ്, ബുഖാരിയുടെ ലഫ്ദാണ്. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു وعن ابن عمر رضي الله تعالى عنهما أن رسول الله صلى الله عليه وسلم نهى عن بيع الولاء وعن هبته. ഇബ്നു ഉമർ റളിയല്ലാഹു പറയണം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹ വിരോധിച്ചു അൻ ബൈഇൽ വലാ വിൽക്കുന്നത്, വഅൻ ഹിബതിഹി വലാ ദാനമായി നൽകുന്നത്, വലാ ദാനമായി നൽകുന്നത്. അപ്പോൾ വലാ ദാനമായി നൽകുന്നത് വലാ വിൽക്കുന്നത് റസൂലുള്ളാഹി വിരോധിച്ചു. അപ്പോൾ എന്താ ഈ വലാ അതിനിപ്പോൾ പറയണം? കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ വലാ എന്താണ്? ഒരു യജമാനൻ തന്റെ അടിമയെ വിറ്റാൽ, അല്ല അടിമയെ മോചിപ്പിച്ചാൽ, ഒരാൾ പൈസ പണക്കി, ഒരാൾ പൈസ എടുത്തിട്ട് ഒരടിമനെ മോചിപ്പിച്ചു. അപ്പൊ ആ മോചിപ്പിക്കപ്പെട്ട അടിമയും ഈ മോചിപ്പിച്ച ആൾ തമ്മിലുള്ള ബന്ധാണെന്ന് വലാണ്. ഒരാള് തന്റെ കാശ് എടുത്തിട്ട് ഒരാളുടെ അടുത്ത് അടിമനെ വാങ്ങി മോചിപ്പിച്ചു. അപ്പൊ ആ അടിമന്റെ വല ആർക്കില്ലേ? ഈ മോചിപ്പിച്ച ആൾക്കില്ല. അതായത് ആ അടിമ എന്നെ പിന്നെ അയാൾ മരിച്ചാൽ അനന്തരത്തിലൊക്കെ ആരായിരിക്കും? ഈ മോചിപ്പിച്ച ആളായിരിക്കും. അപ്പൊ ഈ ബന്ധാണ് വല. തങ്ങൾ പറഞ്ഞത് അൽ വലാഉ ലുഹ്മത്തുൻ കലുഹ്മത്തിൻ നസബ്. അൽ വലാഉ ലുഹ്മത്തുൻ കലുഹ്മത്തിൻ നസബ്, അതായത് കുടുംബ ബന്ധം, ബാപ്പി മകനും സഹോദരൻ ഇങ്ങനെ പിന്നെ നസബിന്റെ ലുഹ്മത്ത് ബന്ധമുണ്ടല്ലോ, ആ ബന്ധം പോലെയാണ് വലാഇന്റെയും ബന്ധം. അപ്പൊ നമ്മൾ മക്കളെ വിട്ടുള്ള ബന്ധം നിൽക്കുക, ഒരു വാപ്പ മക്കളോടുള്ള ബന്ധം വിൽക്കുക.
ഇല്ല. അത് ദാനം ചെയ്യും ഇല്ല. അതേപോലെ ഒരാളെ കാശെടുത്തിട്ട് ഒരു അടിമനെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധം പോലുള്ള ബന്ധമായിരുന്നു. അത് വിൽക്കാൻ പാടുള്ളതല്ല, അത് ദാനം ചെയ്യാൻ പാടുള്ളതല്ല. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അന്നത്തെ കാലത്ത് എല്ലാവരും ആളുകൾ വെച്ചിരുന്നു. അടിമകളുണ്ടായിരുന്നു. അന്ന് അടിമകളും ധാരാളം നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ. അതുകൊണ്ടല്ലേ ഇസ്ലാം അടിമോചനം ഇങ്ങനെ പറയുന്നത്. അടിമകളെ മോചിപ്പിക്കാൻ വസീയത്ത് മരിച്ചില്ലേ നമ്മൾ വായിക്കും. അടിമകളുണ്ടായിരുന്നു. ഏത്? അതിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതല്ലേ പറഞ്ഞു. വലാനെ വിൽക്കാൻ പാടുള്ളതല്ല, ഈ വലാനെ ഹിബത്ത് ദാനം ചെയ്യാനും പാടുള്ളതല്ല. എന്താ ഈ വല എന്ന് പറഞ്ഞാൽ, ഒരാൾ അടിമനെ മോചിപ്പിച്ചില്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട അടിമയും ഈ മോചിപ്പിച്ച ആളും തമ്മിലുള്ള ആ ബന്ധം അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. അതൊരിക്കലും മറ്റൊരാൾക്ക് വിൽക്കാൻ പാടുള്ളതല്ല. ആ വലാഹിനെ അത് ദാനം ചെയ്യാനും പാടുള്ളതല്ല. അതായത് മോചിപ്പിക്കപ്പെട്ട അടിമയും മോചിപ്പിച്ച സയ്യിദും തമ്മിലുണ്ടാകും ആ ബന്ധം നിലനിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ സിംഹരും മൗലമാരാണ്. ഈ മൗലന്മാരെയൊക്കെ ചേർക്കാൻ അവരെ മോചിപ്പിച്ച സയ്യിദുമാരിലേക്കാണ്. അബൂബക്കറിലേക്ക് ചേർക്കും, ഉമറിലേക്ക് ചേർക്കും, ഉസ്മാനിലേക്ക് ചേർക്കും, അലിയാരിലേക്ക് ചേർക്കും. പറയുമ്പോൾ ഏതോ നടക്കാനായിരിക്കും അവർ. എന്താ ചേർക്കാൻ കാരണം? ഇവരാണ് എന്ത് ചെയ്ത് അവരുടെ കാശ് മുടക്കിയിട്ട് അവരെ മോചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബനു അദീന്റെ മൗലാനും പറയും. ബനു അദീ ഗോത്രത്തിന്റെ മൗലയാണെന്ന് പറയും. പറയുമ്പോൾ ചിലപ്പോൾ വലിയ പണ്ഡിതനായിരിക്കും. പക്ഷെ അദ്ദേഹത്തായിരിക്കും ഒരു കാലത്ത് അടിമയായിരിക്കും അവരെ മോചിപ്പിച്ചതാണ്. ഈ ഗോത്ര നേതാക്കന്മാരിലേക്ക് മാറ്റിയതാണ്. ഹിബത്തെന്ന ദാനം ചെയ്യാൻ, ഹിബത്തിഹി എന്ന് പറഞ്ഞാൽ ഹിബത്തിൽ വലാഹിനെ ദാനം ചെയ്യാൻ പാടുള്ളതല്ല. അത് റസൂൽ വിരോധിച്ചു. എന്നാണ് ആ മോചിപ്പിച്ച ക്രെഡിറ്റ് ആർക്കാണ് നിലനിൽക്കണം? ആ മോചിപ്പിച്ച സയ്യിദിന് തന്നെ നിലനിൽക്കണം. അതാണ് അതിന്റെ. അതിൽ വല്ല ആനുകൂല്യം ഉണ്ടെങ്കിൽ, അതായത് ആ മോചിപ്പിക്കപ്പെട്ട അടിമയിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ ആ ആനുകൂല്യം ആർക്കാണ് കിട്ടണം? അത് ആ സയ്യിദിന് തന്നെ കിട്ടണം. അതാണ് അതിന്റെ വിഷയം. وعن أبي هريرة رضي الله تعالى عنه قال نهى رسول الله صلى الله عليه وسلم عن بيع الحصى وعن بيع الغرر. رسول الله صلى الله عليه وسلم തങ്ങൾ വിരോധിച്ചു عن بيع الحصى, ഹസാത്ത് കച്ചവടം, وعن بيع الغرر, غرر കച്ചവടം. ഹസാത്ത് കച്ചവടം നടത്താൻ, ഹസാത്ത് കച്ചവടം പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഒരു പിടി കല്ല് വാരും എന്നിട്ട് അതിന് കുറേ രൂപങ്ങളാണ്. കല്ല് വാരിയിട്ട് ചരക്ക് കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ ഈ ഭൂമിക്ക് എത്ര ദൃഹമാണ് അതിൻ്റെ വില, ഈ കയ്യിൽ എത്ര പിടി കല്ലുണ്ട് അത്രയാണ് അതിൻ്റെ വില. ഇതിന് 100 ദൃഹം കിട്ടിയെങ്കിൽ എൻ്റെ ഈ ഒട്ടകത്തിന് 100 ദൃഹം വില. അങ്ങനെ അല്ലെങ്കിൽ കല്ലെടുക്കും, എന്നിട്ടൊരു ഷോപ്പിൽ കല്ല് എറിയും. ഏത് ഡ്രസ്സിലാണോ ആ കല്ല് ചെന്ന് വീണത് ആ ഡ്രസ്സ് നിനക്ക് എത്ര വിലക്ക് വിറ്റിരിക്കുന്നു. അല്ലെങ്കിൽ കല്ലെടുത്തിട്ട് എറിയും. എത്ര സ്പീഡിലാണ് പോയി വീണത് അതുവരേക്കുള്ള ഭൂമി നിനക്ക് ഞാൻ ഇത്ര വിലക്ക് വിറ്റിരിക്കുന്നു. ഇതൊക്കെ ജാഹിലിയ്യത്തിൽ ബൈബിൾ ഹസാത്തിന്റെ ഉദാഹരണമാണ്. മനസ്സിലായില്ലേ? അത് ആ രീതിയിലൊക്കെ കച്ചവടം നടത്തിയിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചു. അതൊരു തരം ചൂതാട്ടം പോലല്ലേ? ചൂതാട്ടത്തിന് സമാനമായിട്ടുള്ള ഏർപ്പാടാണ്. ഒരാൾ കല്ലെടുത്ത് അറിയാം, അയാളുടെ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നറിയാം. ചിലപ്പോൾ ആണായിരിക്കും ആണാവുന്നത് പട്ടുവസ്ത്രത്തിലേക്കാണ് ചെന്ന് വീണത്. പക്ഷെ ഇത് കച്ചവടം ഉറപ്പിച്ച് മുറിഞ്ഞാൽ അയാൾ വാങ്ങേണ്ടി വരും. ഏതായാലും അതിൽ ചതിപ്രയോഗമുണ്ട്. അത് ഒരു തരം ലോട്ടറി വാങ്ങുകയാണ്. അത് വിരോധിക്കും. ബൈബിൾ ഖറർ എന്ന് പറഞ്ഞാൽ വഞ്ചനാത്മകമായ കച്ചവടം, വഞ്ചനയിൽ അധിഷ്ഠിതമായ കച്ചവടം, അതിനെയും വിരോധിച്ചു ബൈബിൾ ഖറർ. അപ്പൊ ഏതൊരു കച്ചവടമാണ് അതിൽ വഞ്ചന അടങ്ങിയിട്ടുള്ളത്, ചതി അടങ്ങിയിട്ടുള്ളത്, അത് വിരോധിക്കപ്പെട്ടതാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസാത്തി വഅൻ ബൈഇൽ ഖറർ. ബൈഉൽ ഖറർ എന്ന് പറഞ്ഞാൽ
വഞ്ചനാപരമായ കച്ചവടം. ഉദാഹരണത്തിന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നതും, അതേപോലെ തന്നെ പിന്നെ ഇപ്പം കേടുന്ന സാധനം അടിയിൽ വെച്ചിട്ട് മുകളിൽ നല്ല സാധനം പാകിയിടുന്നതും ഇങ്ങനത്തൊക്കെ അതിൽപ്പെട്ടതാണ്. അതിന് കുറേ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ നമുക്കൊക്കെ ഇത് വരും. ഇതാണ് ഇപ്പം പിന്നെ അതിൽ ഏതാനും ഹദീസുകളുടെ മാന വിശദമായിട്ട് പിന്നെ ക്ലാസ്സിൽ ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.